ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ വിമർശിക്കുന്നത് പഠിച്ചിട്ട് തന്നെയാണ്. ഇസ്ലാമിക കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമോ മുന്നിൽ കണ്ടിട്ടല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകൂ. ഇപ്പോൾ ഞാനൊരു കാര്യം പഠിച്ചു മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് എങ്ങനെയാണ് എനിക്കിതൊരു മാറ്റം വരിക? കാരണം എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കണമല്ലോ അങ്ങനെ മാറണമെങ്കിൽ. ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പല ആളുകളും വളരെ ആവേശപൂർവ്വം ചില സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെ വിമർശിച്ച് രംഗത്ത് വരും. കുറച്ച് കഴിയുമ്പോൾ തരാതരം അത് മാറ്റി പറയുന്നത് കാണാം. കാരണം എന്താ? ആദ്യം ഇസ്ലാമിനെ വിമർശിച്ചത് പഠിച്ചിട്ടായിരുന്നില്ല, തിരിച്ച് ഇസ്ലാമിനെ അനുകൂലിക്കാൻ ശ്രമിക്കുന്നതും പഠിച്ചിട്ടല്ല. അപ്പോൾ പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന വസ്തുതയല്ല. ഇപ്പോൾ നമ്മൾ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ള ആളുകളുടെ മുമ്പിൽ എം അക്ബറിനെ പോലെയുള്ള വലിയ സംവാദകന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാ? ഈ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വേദഗ്രന്ഥത്തെ മാത്രമല്ല, ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യരെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ മോക്ഷത്തിൽ എത്തിച്ചേരും. ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥം, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം തന്നെയല്ലേ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആൻ അവിടെ തൽക്കാലം നിൽക്കട്ടെ. ഈ ഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹു അവതരിപ്പിച്ചത് എന്തുദ്ദേശത്തിലാ? ജനങ്ങൾ സന്മാർഗത്തിലേക്കാകണമെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്നിട്ട് എന്തേ ജനങ്ങൾ ദുർമാർഗത്തിലായി പോയത്? അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ സന്മാർഗത്തിൽ തന്നെ ആകണ്ടേ? ഇസ്ലാമിക ദർശനങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കി വിമർശിക്കുന്നവരെ പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല. വേണമെങ്കിൽ 10 തെറി വിളിക്കാം, തന്തയ്ക്ക് വിളിക്കാം, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താം, പുലഭ്യങ്ങളും അസഭ്യങ്ങളും ഇല്ലാ കഥകളും പറയാം. അതല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വസ്തുതകൾ അന്വേഷിച്ച് വസ്തുനിഷ്ഠമായി ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് സ്ഥാപിച്ചിട്ട് ഇവർക്ക് വിമർശിക്കാൻ പറ്റില്ല. നമുക്ക് മറുപടിയാണെന്നും പറഞ്ഞു വരുന്ന മലരന്മാരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞു പോകുകയല്ലാതെ ഒന്നുമില്ല. ഒരുത്തനുണ്ട് മറുപടി പറയുകയാണെന്നും പറഞ്ഞ് ഞാൻ പറയും, ഹായ് പ്രിയമുള്ളവരെ, പ്രിയമുള്ളവർ, സംഘികളെ എന്ന് വിളിച്ചാൽ പോരെ? ഇതൊക്കെയാണോ മറുപടി? അതിനവനൊക്കെ മര്യാദയ്ക്ക് ഖുർആനൊന്ന് ഓതാനറിയാമോ? ഒരു സൂറത്തുൽ ഫാത്തിഹയെങ്കിലും ഇല്ല. െല്ലാം തന്നെ മനുഷ്യരെ നേരായ മാർഗത്തിൽ നടത്താൻ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമായ ഖുർആൻ മനുഷ്യരെ 3 ദിവസത്തേക്ക് പെണ്ണുങ്ങളെ വാടകക്കെടുത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ അല്ല, ആ വിവാഹം അവിടെ നിൽക്കട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞത് യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. അതായത് ഖുർആൻ കൊണ്ട് വലിയ ഒരു വിഭാഗം ആളുകൾ സന്മാർഗത്തിലാകും. ഇപ്പോൾ മനുഷ്യൻ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അതിനകത്ത് സന്മാർഗവും ഉണ്ടാകും, ദുർമാർഗവും ഉണ്ടാകും. ഒക്കെ നമ്മുടെ നോർമൽ സെൻസ് അനുസരിച്ചിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഇതങ്ങനെയാണോ? ഇത് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുവാണ്, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം വച്ചിട്ട് വലിയ ഒരു വിഭാഗം ആളുകൾ, ധാരാളം ആളുകൾ സന്മാർഗത്തിലാകും, ധാരാളം പേർ വഴി പിഴച്ചു പോകും. ഇതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യത്തിന് തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, മറുപടികളാണ് വേണ്ടത്. പഠിപ്പിക്കുകയും അതാരും നിഷിദ്ധമാക്കരുത് എന്നൊരു അള്ളാഹുവിന്റെ മാറ്റം വരുത്താത്ത കൽപ്പന ഇറക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ആർക്കും ഭേദഗതി വരുത്തുവാൻ പറ്റില്ല. അപ്പോ ഒരു ഖലീഫക്കും അള്ളാഹുവിന്റെ വചനത്തിന് ഭേദഗതി വരുത്തുവാൻ സാധിക്കില്ല എന്നും. അല്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റേതു മാത്രമാണ്. അതിനകത്ത് ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹർക്കത്ത് എന്ന് പറയും. മറ്റേ ആ കാരങ്ങളുണ്ടല്ലോ, അകാരം, ഇകാരം, ഉകാരം പോലെ ചിഹ്നങ്ങൾ, ഇതിന് ഭയങ്കരമായ വ്യത്യാസമുണ്ട് അറബി ഭാഷയ്ക്ക്. ഞാൻ ഒരു പദം മാത്രം പറഞ്ഞു തരാം. ബർറ് എന്ന് പറഞ്ഞാൽ കര, ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം.
ബുറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണി. നോക്ക്, ആ ചിഹ്നങ്ങൾക്ക് ആ ഈ ഉ ഈ കാര്യങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ. അർത്ഥം എത്ര വ്യത്യാസം വന്നു. ഈ ഖുർആൻ ജിബ്രീൽ ആദ്യം മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിന് ചിഹ്നങ്ങളില്ല. താഴെ ഒരു പുള്ളി ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് ബാ ആണ്. മുകളിൽ ഒരു പുള്ളിയാണെങ്കിൽ മനസ്സിലാക്കണം അത് നൂനാണ്. അങ്ങനെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചു മനസ്സിലാക്കിയിരുന്നത്. ജിബ്രീൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച ഖുർആനിന് ഈ ചിഹ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അക്രമകാരിയായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന അബൂ സുഫിയാന്റെ മകൻ മുആവിയയുടെ പേരക്കുട്ടിയായ ഹജ്ജാജ് ബിൻ യൂസഫാണ് ഖുർആനിന് ചിഹ്നങ്ങൾ ഇടുന്നത്. ആ ഖുർആൻ എങ്ങനെ ശരിയാകും? പടച്ചോൻ ഇറക്കിയ ഒരു ഗ്രന്ഥം വെച്ചിട്ട് പടച്ചോന്റെ അടിമകൾക്ക് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഗ്രന്ഥകർത്താവിന്റെ കുഴപ്പമല്ലേ? ആ ഗ്രന്ഥകർത്താവാണല്ലോ എനിക്ക് ബുദ്ധിയും വിവേകവും തന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണോ, അത് ഗ്രന്ഥകർത്താവിന്റെ കുഴപ്പമാണോ, എൻ്റെ ബുദ്ധിയെ ക്രമീകരിച്ചവന്റെ കുഴപ്പമാണോ എന്നാ ചോദിക്കുന്നത്. അപ്പോ മുത്തലാഖ് ഖുർആൻ നിയമമാക്കി. പ്രവാചകൻ അതിനെ അനുധാവനം ചെയ്യാൻ അനുവാദം നൽകി ചെയ്ത് കാണിച്ചു കൊടുത്തു, ചെയ്യാൻ പഠിപ്പിച്ചു. ഉമർ വന്നിട്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെ തിരുത്തി എഴുതുന്നത്? എങ്ങനെ ഉമറിന് അതിന് കഴിയും? ഉമർ ഉണ്ടാക്കിയ ഉമറൻ നിയമങ്ങൾ എങ്ങനെയാണ് മുഹമ്മദിയൻ നിയമങ്ങളാകുന്നത്? എങ്ങനെയാണ് മുസ്ലിം ലോകം ഈ നിയമത്തോട് ഐക്യപ്പെടുന്നത്? സത്യം മുഹമ്മദിനും സാധിക്കില്ല, അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടി ഉയർത്താൻ ഉമറിനും സാധിക്കില്ല, ഒരു ഖലീഫക്കും സാധിക്കില്ല. അപ്പോ അള്ളാഹു അനുവദിച്ചിട്ടുള്ള വിശിഷ്ട വസ്തു എന്താണ്? 3 രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ വിലക്കെടുക്കാൻ വേണ്ടിയുള്ള ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഭാര്യമാരെ കൂടെ കൊണ്ടുവരാത്തത് കൊണ്ട് സ്വയം ഷണ്ഡീകരിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നിങ്ങൾ 3 ദിവസത്തേക്ക് പെണ്ണുങ്ങളെ വിലക്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയാണ് ഇവിടെ വിശിഷ്ട വസ്തു എന്ന് പറയും. അതിനെ ആരും നിഷിദ്ധമാക്കരുത് എന്ന് അള്ളാഹു കൽപ്പന ഇറക്കുകയും ചെയ്തതായിട്ട് മുഹമ്മദ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പച്ചയായ വ്യഭിചാരം. ഇവര് പറയുമല്ലോ ലിവിങ് ടുഗദർ ഹറാമാണെന്ന്. ആദ്യമായി ലിവിങ് ടുഗദർ കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും അത് പരിശുദ്ധമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ഗ്രന്ഥം ഖുർആനാണ്. അല്ല എന്നിവരൊന്ന് പറയട്ടെ. ഖുർആൻ എന്ന ഗ്രന്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതിനാണ് മറുപടി വേണ്ടത്. ജാമിദായ്ക്ക് മറുപടി എന്നും പറഞ്ഞു വന്ന് ജാമിദയുടെ മക്കളെയും കെട്ടിയോനെയും തന്തയും തള്ളയും സഹോദരങ്ങളെയും ഒക്കെ പൂരത്തെറി പറഞ്ഞാൽ അതിന് മറുപടിയാകത്തില്ല. നിങ്ങളുടെ അത്രയും തരം താഴാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടും എന്നെ നല്ല ഒരു തന്തയും സഹോദരങ്ങളും വളർത്തിയത് കൊണ്ടും ഞാൻ അത്രയും തരം താഴാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മതം വിട്ടെന്നേ ഉള്ളൂ. ഞാൻ അവരുടെ കൂടപ്പിറപ്പല്ലാതാകത്തില്ല. ഞാൻ അമ്മാതിരി തോന്നിയാസമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നതെങ്കിൽ റോസാപ്പൂ വിതളടർത്തുന്നത് പോലെ എന്റെ തലയെടുത്തുകൊണ്ട് പോകാൻ എന്റെ കൂടപ്പിറപ്പുകളുണ്ട്. അപ്പൊ മര്യാദയും മാനവും ഇല്ലാതെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടന്ന് വിളഞ്ഞവർ എന്തും പറയും. അത് വിശ്വസിച്ച് ചാടാൻ നിൽക്കുന്ന ആളുകൾ ആദ്യം പറഞ്ഞവരുടെ ജെന്യൂനിറ്റി കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോ എന്തെങ്കിലും ഒരു ഇനാം പ്രഖ്യാപിച്ച് ഇത്ര രൂപ, ഇത്ര സ്വർണം, 3 ദിവസത്തേക്കു വരെ വേശ്യാവൃത്തിക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ തൽക്കാലം ഈ വേശ്യാവൃത്തി കൊണ്ട് തൃപ്തിപ്പെടാൻ ഖുർആൻ പരിശുദ്ധമാക്കി കൊടുത്ത ഒരു വേശ്യാവൃത്തിയാണ് മുത്ത് ആ വിവാഹം. താൽക്കാലിക വിവാഹം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പച്ചയായ ദുർവൃത്തി. തന്റെ തഫ്സീറായിട്ട് സഹീഹ് അൽ ബുഖാരി 4615 തഫ്സീർ ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ബുക്കിനകത്ത് ഹദീസിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പറ, ഇത് ദുർമാർഗമാണ് സന്മാർഗമാണ്? അപ്പോ സന്മാർഗത്തിലേക്ക് ദൈവം സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി വേദഗ്രന്ഥങ്ങൾ. ഇവിടെ വേറൊരു വിഷയവും കൂടിയുണ്ട്. ഇവിടെയാണ് ഖുർആനിന്റെ അധ്യാപനം കിടക്കുന്നത്. യുളില്ലു ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ വഴി പിഴച്ചു പോകും. വയഹ്ദി ബിഹി കസീറ. വലിയ ഒരു വിഭാഗം ആളുകൾ, ധാരാളം ആളുകൾ വഴി നന്നാകുകയും ചെയ്യും. അപ്പോ വേശ്യാവൃത്തിയെ പരിശുദ്ധമായ കർമ്മം എന്ന് വിശേഷിപ്പിച്ച ഖുർആനിനെ കുറിച്ച് ഖുർആൻ വചനങ്ങളും അതിന് ഉപോത്ബലകമായിട്ടുള്ള ഹദീസുകളും വെച്ച് സമർത്ഥിക്കുമ്പോൾ അത് പഠിച്ചു വേണം മറുപടിയുമായി വരാൻ. അല്ലാതെ
ജാമിദ ഇനിയും ലൈവിൽ വരരുത്. ലൈവ് എന്താടാ നിന്റെ തന്തയുടെ വകയാ? യൂട്യൂബ് എന്താടാ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ? ഒരു പൊറോട്ട കെട്ടുകാരനായ കരിങ്കൊരങ്ങിരുന്ന് പറയുക മേലിൽ ജാമിദ ലൈവിൽ വരരുത്. എന്താ ജാമിദ വരുമ്പോ നിനക്ക് പേടിയുണ്ടോ? നിന്റെ മതത്തെ സംബന്ധിച്ച് ജനങ്ങൾ പഠിച്ചു പോകും, അറിഞ്ഞു പോകും, അവർ പ്രതികരിച്ചു പോകും എന്ന് നീ ഭയക്കുന്നുണ്ടോ? നിങ്ങളുടെ ആ ഭയമാണ് എനിക്ക് വേണ്ടത്. മറുപടികളില്ലാത്തത് കൊണ്ടാണ് നിനക്കൊക്കെ ഭയം വരുന്നത്. അള്ളാഹു ദുർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഖുറാൻ കൊടുത്തു എന്ന് നിങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കല്ലേ? എന്നിട്ടാണോ ആ ഖുറാൻ വെച്ചിട്ട് ബൈബിൾ വിശദീകരിക്കണം നിങ്ങൾ പറയും? ഇത് വേദഗ്രന്ഥമായിട്ട് ഞങ്ങളാരും കണക്കൂട്ടിട്ട് പോകുന്നില്ല. താങ്കളുടെ വാക്കുകൾ കൊണ്ട് പോലും വേദഗ്രന്ഥമല്ല സഹോദര. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ ബൈബിളിന്റെ മേലെ കൊണ്ട് ഖുറാൻ വെക്കണം എന്ന് താങ്കൾ പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? അല്ലാതെ ഖുർആനിൽ നോക്കി ബൈബിളിനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ഉമ്മായെയും മോളെയും ഒരുമിച്ച് കെട്ടാനും ഒക്കെ പറയുന്ന ഗ്രന്ഥം വെച്ചിട്ട് ഇത് സന്മാർഗ ഗ്രന്ഥമാണ് എന്ന് സമർത്ഥിക്കാൻ തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് പ്രയാസം തന്നെയായിരിക്കും. വേണമെങ്കിൽ മുൻ വേദഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഖുർആനിനെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. കാരണം മുമ്പുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യന്റെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നല്ലേ ഖുർആൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മുമ്പുള്ള വേദങ്ങൾ എങ്ങനെയാണ് ഖുർആനിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി എടുത്തുപയോഗിക്കുന്നത്? അവിടെയും പ്രശ്നമാണ്. ഇതെന്തെന്നറിയാമോ? നുണ പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനായിരിക്കണം. അള്ളാഹുവിന് ഓർമ്മശക്തിയുമില്ല, സത്യസന്ധതയുമില്ല, നേരും നെറിയുമില്ല, മാനവികതയില്ല. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും ആ കാലഘട്ടത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഞാൻ ഇന്നീ പറയുന്ന ആശയങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ഇങ്ങനെ ഒരു കാലഘട്ടം വരും, ഞാനും എൻ്റെ പുസ്തകവും എൻ്റെ നബിയും ഒക്കെ ഏറിലാകുമെന്ന് ചിന്തിക്കാൻ പടച്ചോന് സാധിക്കാതെ പോയിടത്താണ് പടച്ചോൻ പരാജയപ്പെട്ടു പോയത്. നന്ദി.